അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് കൂൺ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ബട്ടർ മഷ്റൂം എന്നല്ല, നമ്മുടെ പറമ്പുകളിലൊക്കെ ഇടി വെട്ടുമ്പോഴൊക്കെ ഉണ്ടാവുന്ന കൂണുണ്ടല്ലോ, നമ്മുടെ നാടൻ കൂൺ. അപ്പോൾ അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണതെന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നലെ നല്ല ഇടിവെട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പറമ്പിൽ കൂണൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറമ്പിൽ പോയിട്ട് കൂണൊക്കെ പറിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകളൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് പോയി പറിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ കൂണ് പറിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇന്നലെ നല്ല ഇടിവെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത കൂണ് നിങ്ങൾക്കൊന്ന് ശരിക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ പറിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇത് കാണിച്ച് തന്നില്ലല്ലോ എന്ന്. 2-3 കൂടി ഉണ്ട്, നമുക്കപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത കൂണെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇത്ര കൂണാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതേ പറിക്കാനുള്ളത് എന്ന് പറയുന്നത് ഇതേ നിൽക്കുന്നു. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിതിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ വേരോട്ട് നമുക്കിത് മാക്സിമം അങ്ങനെ അടിയിലേക്ക് പൊട്ടാതെ എടുത്താൽ നന്നായിരിക്കും. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതുപോലെ വിരിഞ്ഞ് വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് പുഴു വരുന്നതാണ് പറയുക. പക്ഷേ ഇതിപ്പോൾ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത് നന്നാക്കുന്ന നേരത്ത് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇതേപോലത്തെയൊക്കെ പറിച്ചെടുക്കുക. നല്ലോണം അങ്ങോട്ട് വിരിയാൻ പാടില്ല എന്നുള്ളൂ. പിന്നെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ അധികം നമ്മൾ കൊത്തി കളിക്കാത്ത ഭാഗത്തുണ്ടല്ലോ, അവിടേക്കാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവുക. അതായത് അധികം ചവിട്ടാത്ത സ്ഥലങ്ങൾ, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇതേ നിൽക്കും. 2 വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് പുഴൊന്നും വന്നിട്ടില്ല. നമുക്കിതും കൂടി പറിച്ചെടുക്കാം. ഉണ്ടല്ലേ, ഇതേപോലെയാണ്. ഇനി നമുക്ക് ഇതേ വേറെ ഇതുപോലെ നമുക്കിതിവിടെ 2 കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ വിരിയാനായിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ട്. ദേ നിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കുറച്ച് ബലം ഉണ്ടായിരിക്കും. നമ്മൾ പതുക്കെ വലിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് കട പൊട്ടാതെ കിട്ടുള്ളൂ. കണ്ടോ, പൊട്ടിപ്പോകും. എന്നാലും സാരില്ല. പിന്നെ ഇതിവിടെ ഈ ഒരു ഇതിൽ നിൽക്കണണ്ടില്ലേ, ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് ഇത് നന്നായി മുളച്ച് വരും. അതിനുള്ളതാണ് ഇവിടെ ഒരു ചെറിയ ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇവിടെയൊക്കെ വൈറ്റ് കളറിലാണ് നിൽക്കണുണ്ട് കേട്ടോ. ഇന്നലത്തെ ഇടിവെട്ടിലിപ്പോൾ ശരിക്കും ഇങ്ങനെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ കുടുങ്ങുന്ന ഇടിക്കാണ് ശരിക്കും കൂണ് മുളയ്ക്കുക. അങ്ങനത്തെ ശരിക്കും മുളയ്ക്കുന്ന ആ ടൈമിൽ നമുക്ക് മുളച്ച് കിട്ടിയില്ല കേട്ടോ. ഇപ്പോഴാണ് കിട്ടിയത് ശരിക്കും. ഇനി ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ചവിട്ടി നടക്കുകയൊന്നും ചെയ്യരുത്. കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും പൊന്തി വരാനുള്ളവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ ചവിട്ടി നടന്നാൽ ശരിയാവില്ല. അപ്പോൾ അത് കാരണം നമുക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് വന്ന് നോക്കി നോക്കാം ഇനി ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഇത് ഞാൻ നേരത്തെ വലിച്ചതിൻ്റെയൊക്കെ പൊട്ടി വന്നതാട്ടോ. അതൊന്നും ഇനി മുളയ്ക്കൊന്നുമില്ല. നമ്മളിങ്ങനെ പറിച്ച് വരുന്ന സ്ഥലത്ത് ഇതിൻ്റെ വിത്ത് ഉണ്ടായിരിക്കുന്നതാണ് പറയുക. അപ്പോൾ അടുത്ത ഇടിവെട്ടിൽ ആണ് അത് അതിൻ്റെ പ്രവർത്തനം നടന്നത് കൂണായിട്ട് മുളച്ച് വരിക കേട്ടോ. ഇടി വെട്ടിയതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് കൂണ് കിട്ടുക. ഇതുപോലെയുള്ള പുല്ലും ഇതൊക്കെ ഉള്ളിടത്താണ് കൂടുതലുണ്ടായിരിക്കുക. നമ്മൾ അധികം കൊത്തിക്കളയ്ക്കാത്ത സ്ഥലത്താണ് ഉണ്ടാവുക കേട്ടോ. ഇതിവിടെ കുറേ കാലങ്ങളായിട്ട് ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും നമ്മൾ സ്ഥിരമായിട്ട്. അത് കാരണം അതിൻ്റെ വിത്ത് അവിടെയാണല്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കാരണം സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഏകദേശം ഞങ്ങൾക്ക് ഈ സ്ഥലത്തായിട്ട് തന്നെയാണ് കിട്ടാറ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് കഴുകി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ടൈമൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് കിട്ടുമ്പോൾ നമുക്കത് ചെയ്യാം. ഇത് നമുക്ക് കൈയോടെ തന്നെ വൃത്തിയാക്കി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ പുഴു വരും. അപ്പോൾ അത് കാരണം നമ്മൾ നന്നാക്കി ഇതിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ അതായത് മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിനകത്തൊക്കെ മണ്ണൊക്കെ കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ മുമ്പ് നമ്മൾ ചെയ്യണത് ഇതിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കഴുകിയെടുത്ത് ഇതിലത്തെ മണ്ണൊക്കെ കളയാന്നുള്ളതാണ്. നന്നാക്കി കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചാലും അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കഴുകിയെടുത്താൽ നന്നായിരിക്കും. ഓക്കെ, ഇതുപോലെ കഴുകുക. ഓരോന്നായിട്ട് എടുത്ത് കഴുകിയാൽ അത്രയും നല്ലത്. ഇപ്പം നമ്മൾ ഇതെല്ലാം കഴുകി നല്ലൊരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കിനി അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൂണൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എങ്ങനെ നന്നാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പിടിക്കുമ്പോൾ ചെറിയ വഴുവഴുപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. കഴുകിയിട്ട് നല്ലൊരു സ്ട്രെയിനറിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇതിലത്തെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിരിക്കും കേട്ടോ. ഇനി ഇതേപോലത്തെ ഒരു ഇതാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ കുടയുണ്ടല്ലോ ഇത് മുമ്പ് പറിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഈ തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കളയും.
അപ്പോഴാണ് അത് ശരിയാവുള്ളൂ. ഇതിന്റെ തുമ്പ് ഈ ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുക. അപ്പൊ ഇതിന്റെ ഈ ഒരു കണ്ടില്ലേ, ഇതിങ്ങനെ പോരും. ഇതിന്റെ ഈ ഒരു കളർ പോയിട്ട് നല്ല വൈറ്റ് പോർഷൻ ആയിട്ട് വരും. ഇതുപോലെ കളഞ്ഞെടുക്കണം. എന്നിട്ട് ശരിക്കും നല്ല വിരിഞ്ഞ പൂവാണെന്ന് വെച്ചെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നോക്കുമ്പോഴാണ് ചെറിയ ചെറിയ പുഴുക്കളുണ്ടായിരിക്കും. നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഇടുമ്പോൾ അതൊക്കെ ചത്തു പോവും ശരിക്കും. പക്ഷെ വിരിയാത്തത് കിട്ടുകയാണെങ്കിൽ അതാണ് കൂടുതൽ നന്ന്. ഉണ്ടല്ലേ? ഇനി ഇത് നമ്മൾ ഈ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഇടുക. നന്നാക്കി എടുക്കാൻ കുറച്ച് ടൈം വേണം. ഇത്തിരി ടൈം ആയാൽ തന്നെയാണ് ഇത് ശരിയാവുള്ളൂ. ഇനി നല്ല രീതിയിൽ നന്നാക്കിയില്ല വെച്ചെങ്കിൽ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വയറുവേദന, അതുപോലെ തന്നെ ശോധനയൊക്കെ കുറവൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അത് കാരണം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നാക്കുമ്പോൾ ഇനി ടൈം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒട്ടും തന്നെ മടി കാണിക്കാതെ തന്നെ നന്നാക്കി എടുക്കണം. ശരിയായ തോതിൽ നന്നാക്കി എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെയും പറയുന്നു, ഇതുപോലെ ആക്കിയിട്ട്. ഇത്ര പണിയുള്ളൂ സംഭവം. കുറച്ചധികം പേരൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഇതിങ്ങനെ പൊളിഞ്ഞു പോരും, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കിട്ടും. ഒരെണ്ണം നന്നാക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നെ പ്രാക്ടീസ് ആയിട്ട് വരും കേട്ടോ. ഇതേ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുത്താലും മതി. ഇതേ കണ്ടോ, തുടക്കത്തിൽ ചെയ്ത പോലെയല്ല നമുക്ക്. പിന്നെ ഈ ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് കളയുക. പിന്നെ ഇതിൻ്റെ ഈ കോലുണ്ടല്ലോ, ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് അവിടുത്തേത് ഇതുപോലെ ആക്കിയിട്ട് വൈറ്റ് പോർഷനായിട്ട് കഴിയുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുക, ഇതുപോലെ ആക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇരുന്ന് നന്നാക്കാം. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇരുന്ന് നന്നാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ നന്നാക്കി എടുക്കാം കേട്ടോ. നന്നാക്കി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അധികം കിട്ടി അങ്ങനെ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല സിപ്പ് ലോക്ക് കവറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ വൈകുന്നേരം ആകുമ്പോൾ ഒഴിക്കുള്ളത് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇപ്പോൾ ഇതേ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ആളിതേ വിരിഞ്ഞു വന്നിരിക്കുന്നു. രാവിലെ ചെറിയതായിട്ട് മുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ നല്ല ഇരുട്ടായി വന്നിട്ടുണ്ട്. അത് കാരണമാണ് നമുക്ക് അധികം വെളിച്ചമില്ലാത്ത കേട്ടോ. ഇതേ ഇതുപോലെ പറിക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതിന് നിറച്ച് പുല്ലായ കാരണം നമ്മളിങ്ങനെ കൊത്തും കളയുന്നില്ലാത്ത സ്ഥലത്തായിരിക്കും ഇത് കൂടുതലുണ്ടായിരിക്കുക കേട്ടോ. പിന്നെ ശരിക്കും ഇത് കർക്കിടം മിഥുന മാസം അങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും നല്ല ഇടിവെട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഇടിവെട്ടിലല്ല കൂൺ മുളയ്ക്കുക. ഇങ്ങനെ ചെറുതായിട്ട് കുടുകുടുന്നനെ കുടുങ്ങില്ലേ, അങ്ങനത്തെ ഇടിവെട്ടിലാണ് ശരിക്കും കൂൺ മുളയ്ക്കുക. ഇപ്പം ഇന്നലെ എന്ന് പറഞ്ഞാൽ നല്ല ഇടിവെട്ട് തന്നെയാണ് വന്നത്. പക്ഷേ കാലാവസ്ഥയുടെ ഒരു മാറ്റമാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ കണിക്കൊന്ന എന്ന് പറയുന്നുണ്ടല്ലോ, കണിക്കൊന്ന ഇപ്പോൾ ഏത് കാലത്തും ഉണ്ടാവില്ലേ, അത് കാലാവസ്ഥയുടെ മാറ്റമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കൂണുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ കൂൺ നല്ല കൂൺ തന്നെയാണ് കേട്ടോ. അതെ, ഇവിടെ ഒരു കൂൺ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓ, ഇരുട്ടും മഴയൊക്കെ വന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ ഇത്രയും പറ്റുള്ളൂ, കാരണം നിറച്ച് പുല്ലാണ്. അത് കാരണം നമ്മൾ ഇതിൽ അവസാനിപ്പിക്കുക. ഇനി നാളെ വരുമ്പോൾ ഇതുപോലെ, നാളെ ചിലപ്പോൾ ഇതുപോലെ തന്നെ മുളച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നാളെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ കൂൺ കിട്ടിയത് നമ്മൾ നന്നാക്കി വെച്ചതാണത്. ഇപ്പം നമുക്ക് പോയപ്പോഴേറ്റത് പോയപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പോയപ്പോൾ നല്ലോണം കണ്ടു കേട്ടോ. പക്ഷെ ഇപ്പം നല്ലോണം ഇരുട്ടായി പോയി. ആ സമയത്ത് ഭയങ്കര ഇടിവെട്ടായിരുന്നു. അപ്പം ഞാൻ വേഗം കയറി പോകുന്നതാ. അപ്പം ഞാൻ നന്നാക്കുന്നത് ഒന്നുകൂടി കാണിക്കാം. കാരണം നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് എങ്ങനെ നമുക്കിത് നന്നാക്കാന്നുള്ളത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കറി വയ്ക്കുന്നത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഒന്നും കൂടി ഞാനിത് കാണിച്ചു തരാം. നമ്മളിത് ഓൾറെഡി വിരിഞ്ഞു കഴിഞ്ഞത് കാരണമാണ് കേട്ടോ. അങ്ങനെ ഈ കറക്കിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടിക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ഭാഗത്തുനിന്ന് ആയാലും എടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ മഷ്റൂം ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്ത് സിമ്പിളായിട്ട് കിട്ടും. പക്ഷെ ഇത് അത്ര എളുപ്പത്തിൽ കിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടാവുന്ന കൂണാണ്. ഇടിയൊക്കെ വെട്ടുമ്പോൾ മുളച്ച് വരുന്ന കൂൺ. എല്ലാ കൂണും ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല കേട്ടോ. നമ്മൾ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കൂണുകൾ ഉണ്ടാവും. അതൊക്കെ വിഷക്കൂണുകളാണ്. നമ്മൾ ഇതുപോലെ ഇടി വെട്ടിയതിൻ്റെ പിറ്റേ ദിവസം എന്നും ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും അത് ഉണ്ടായിരിക്കുക. അങ്ങനത്തെ കൂണുകളാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുക. ബട്ടർ മഷ്റൂം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിനൊക്കെ അത്യാവശ്യം നല്ല വേവുണ്ട്. ഇതുപോലത്തെ മുട്ട് നമുക്ക് നന്നാക്കാൻ ഇച്ചിരി പാടുണ്ടായിരിക്കും കേട്ടോ. മറ്റേൻ്റെ പോലെ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് തന്നെ എടുക്കാം. മുകൾ ഭാഗത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് നന്നാക്കാൻ പറ്റും. ഇവിടെ നിന്ന് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഈസി. കണ്ടോ, ഒന്ന് പതുക്കെ ഒന്ന് താത്തി കൊടുത്താൽ മതിയാവും. ഇതുപോലെ താത്തി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക.
അതുപോലെ ഈ ഭാഗം ഉണ്ടല്ലോ ഇതും ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കത്തി കൊണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആണെങ്കിൽ കൂടി നമുക്കത് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ കുക്കറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അടിക്കാറാണ് പതിവ് കേട്ടോ. അപ്പം നമ്മൾ ഏതും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്